ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഒരു ചൂടിൻ്റെ കാഠിന്യം കണ്ടോ? ഞങ്ങളുടെ ഹൈ റേഞ്ചിൽ പെരിയാറെല്ലാം ഈ താഴെ കാണുന്ന പെരിയാറാണ്. ആ പെരിയാറെല്ലാം ഉണങ്ങി കരിഞ്ഞു കിടക്കുന്നു. അക്കരെയെല്ലാം മലകൾ ഉണ്ട്, ഉണങ്ങി നാശം വന്ന പുല്ലുപുൽപ്പെല്ലാം കത്തി കരിഞ്ഞു പോയി കേട്ടോ. ഒരു തുള്ളി മഴ കിട്ടാതെ ഈ മുറ്റത്ത് നിന്ന് പൂക്കളും ചെടികളും പച്ചക്കറികളും മൊത്തത്തിൽ വാടി കരിഞ്ഞു. പകുതി മുക്കാൽ ജീവനില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണേ. കുറേ ദിവസമായി ഞാൻ ഒരു വീഡിയോയിൽ വന്നിട്ടും വീഡിയോ ഇട്ടിട്ടുമൊക്കെ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു, ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ടും പ്രത്യേകിച്ച് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, വയ്യാതെ കിടക്കുമായിരുന്നേ. കുറേ ദിവസം കൊണ്ട് ഒരു 4-5 ദിവസമായി പനി പിടിച്ചിട്ട്, ഒരു പ്രത്യേക സൈസ് വൈറൽ പനി. അത് എന്ത് ചെയ്താൽ കുറയുന്നില്ല, ക്ഷീണം കുറയുന്നില്ല. പനി കുറഞ്ഞാലും നമുക്ക് എണീറ്റ് നടക്കാനൊന്നും പറ്റില്ല. എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെ ഫുൾ റെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരൊറ്റ വീഡിയോസ് എടുത്തില്ല, അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് നമ്മുടെ ഈ പരിസരം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്ന നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ എന്താണെന്ന്. അതായത് വേനലിൻ്റെ ഒരു കാഠിന്യം. ഒരു പൂച്ച അതിൽ ഓടുന്നുണ്ട്, വെള്ളപ്പൂച്ച. ഈ നട്ടുച്ചയ്ക്ക് ആ പൂച്ച എവിടെ പോവുക പോലും, അതിന് വെള്ളം കുടിക്കാൻ കിട്ടാഞ്ഞിട്ട് ഓടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും എത്ര വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ മുറ്റത്ത് പല സ്ഥലത്തായിട്ട് ബക്കറ്റുകളിലൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷിയോ പൂച്ചയോ പട്ടിയോ എന്തെങ്കിലുമൊക്കെ വന്ന് കുടിച്ചോട്ടെ എന്ന് ഓർത്ത്. ഞങ്ങളിത് ഇതുണ്ടോ, ആറ്റിലൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ നിന്നായിരുന്നു കുടിക്കാനല്ല, കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ വെള്ളം അടിച്ചുകൊണ്ടിരുന്നത്. പെരിയാറിലെ വറ്റി വരണ്ട ഉണങ്ങി ചുരുണ്ട് കൂടി അക്കരെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു ചാല് കയറിയതുപോലെ ശകലം വെള്ളം ഒഴുകുന്നുണ്ട്. അതേ ഉള്ളൂ. അതുപോലെ കാഠിന്യമായ ഉണക്ക് കാരണം ഒരു മഴ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം ഇന്നിപ്പോൾ ഉച്ച സമയമാണ്, 1:45 സമയമായി, 1:45 മണിയായി. രാവിലെ തൊട്ടുള്ള കഠിന വെയിൽ. ദിവസവും ഇത് തന്നെ പണി. ഈ വെയിലിൻ്റെ ചൂട്, ഇതിൻ്റെ കൊണ്ടായിരിക്കും ഈ അസുഖങ്ങളൊക്കെ വരുന്നത്, ഇതുപോലെ ചൂടായതുകൊണ്ട്. അപ്പം ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ വേനൽക്കാലത്ത്, കാരണം മാർച്ചിലൊക്കെ നന്നായിട്ട് മഴ കിട്ടേണ്ടതാണ് ഇവിടെ. മാർച്ചിലൊക്കെ മഴ കിട്ടിക്കഴിയുമ്പോൾ, കുമ്പത്തിൽ മഴ കിട്ടിക്കഴിയുമ്പോൾ കുമ്പക്കപ്പയിടും, ചേന നടും, കാച്ചിൽ നടും, ചേമ്പ് നടും. അങ്ങനെയുള്ള നടതല സാധനങ്ങളെല്ലാം നട്ടു വെക്കുന്നത് ഈ മേടം ഇടവം മാസങ്ങളിലാണ്. മാർച്ചിലൊക്കെ നന്നായിട്ട് മഴ കിട്ടുമായിരുന്നു. ഞാൻ എൻ്റെ കൊച്ചിലെയൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. മഴക്കാലം പോട്ടെ, മാർച്ച് മാസം കാലത്ത് അവസാനമായിരിക്കും പരീക്ഷ. ഒരു 20-ന് തുടങ്ങി 30-ന് തീരും, 31-ന് സ്കൂൾ അടയ്ക്കും. അങ്ങനെ ആയിരുന്നു കൊച്ചിലേക്ക്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ മഴ നനഞ്ഞ് പോരുമായിരുന്നു. കാരണം ആ കുടയൊന്നും മിക്ക ദിവസവും എടുക്കാതെ പോകും. കാരണം ആ ഒരു സമയത്ത് മഴ പെയ്യുന്നൊരു ഊഹമില്ല, പ്രതീക്ഷിക്കാതെ വലിയ മഴ പെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്ററിന് മഴ പെയ്യും. അതായത് പെസഹ വ്യാഴാഴ്ച മഴ പെയ്യും, ദുഃഖവെള്ളിയാഴ്ച പെയ്യും. ഇതൊക്കെ ഒരു പതിവ് കേട്ടോ, എല്ലാവരും പറയും, കാരണന്മാരൊക്കെ പറയുന്ന. ഞങ്ങൾ ദുഃഖവെള്ളിയാഴ്ച മല കയറാനായിട്ട് പോകും. അത് കണ്ടോ, അങ്ങറ്റത്തൊരു മല കണ്ടോ, അത് അക്കരെ പള്ളിയുടെ വലിയൊരു മലയാണ്. അവിടെ പോയി ഞങ്ങൾ മല കയറുന്നതാണ്. ആ മലയെല്ലാം കരിഞ്ഞ് നാശം വന്ന് കിടക്കുക. ഇതുണ്ടോ മുറ്റത്തിൻ്റെ അവസ്ഥ. പൂച്ചെടികളും പച്ചക്കറികളും എല്ലാം വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അത്യാവശ്യം ഒരു കുറച്ച് വെള്ളമൊക്കെ നമുക്ക് ആറ്റിൽ നിന്ന് കിട്ടും. അതുകൊണ്ടൊന്ന് മുറ്റം നനയ്ക്കുകയും പൂച്ചെടി നനയ്ക്കുകയും പച്ചക്കറിയോ നനയ്ക്കുകയൊക്കെ ചെയ്താൽ മറ്റു കാര്യങ്ങൾക്ക് ഇല്ലാതെ വരുവേ. കണ്ടോ, ചെടികളെല്ലാം ഉണങ്ങിപ്പോയി. പയറിൻ്റെ അവസ്ഥ കണ്ടോ, നല്ല കാഫലം ഉണ്ടായിരുന്നു, കുറേയൊക്കെ പറിച്ചെടുത്തു. മുരിങ്ങയാണെങ്കിൽ ഈ കായെല്ലാം പോയിട്ട് കണ്ടോ, കുറേയെല്ലാം കിടപ്പുണ്ട്. അതിപ്പോഴും മൂത്ത് മുറ്റിപ്പോയി. ഇനി അത് കറിക്കൊന്നും കൊള്ളുകയില്ല കേട്ടോ. എന്നിട്ട് തളുക്കാൻ തുടങ്ങി. കുറേ സ്ഥലത്ത് പൂക്കുന്നുമുണ്ട്, പുഞ്ചക്കായ ഉണ്ടാകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളുടെ ഹൈ റേഞ്ചിലെ ഒരു കാലാവസ്ഥയാണിത്. ഇനി ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് ഭൂമിയൊക്കെ തണുത്ത് കള്ളയും പുല്ലുമൊക്കെ നന്നായിട്ട് കിളുത്ത് മരങ്ങളും തളിർത്ത്
നല്ല ഐശ്വര്യമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചകളും കൂടെ പിന്നീട് കാണിക്കാം. ഇപ്പം ഇന്നത്തെ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതാകട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ കണ്ട് ഫുൾ സപ്പോർട്ട് തരണം. ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സംഭവം ഇതിനകത്തില്ല. അപ്പം പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരും പ്രകൃതിയെ സ്നേഹിക്കുന്നവരും പ്രകൃതിയിൽ വരുന്ന കാലാവസ്ഥാ മാറ്റങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലായിടത്തും ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ കോവയ്ക്ക കിടക്കുന്നത്. എത്രയും വെയിലായിട്ടും ഇതിനകത്ത് ഇപ്പോഴും കിലോ കണക്കിന് കോവയ്ക്ക പറിക്കാൻ കിടപ്പുണ്ട്. നെല്ലിമരമൊക്കെ വാടി കരഞ്ഞ് നിരോളിച്ച് നിൽക്കും പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇത്ര കാഠിന്യമുള്ള വെയിലത്തും ഈ ചെമ്പരത്തിപ്പൂ എത്ര ഫ്രഷായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കി. അപ്പോൾ ഓക്കെ, എല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് കാണുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാവിധ ഫുൾ സപ്പോർട്ടും തരണം കേട്ടോ. അപ്പോൾ ഓക്കെ, പനിയൊക്കെ മാറിക്കഴിഞ്ഞ് കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ട്രാവലിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരും. ഓക്കെ, കാഠിന്യമുള്ള ചൂടായതുകൊണ്ടേ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി 2-3 പൈനാപ്പിൾ തന്നെ കരോട് എത്ര വൃത്തിയായിട്ട് വാട്ടച്ചൊവ ഒരുമാതിരി ഷെയ്ക്കും പോട്ടെ, സോറി, ജ്യൂസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ആ ജ്യൂസ് ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കാം. അപ്പോൾ ഇതാട്ടോ പൈനാപ്പിൾ. നമ്മുടെ ഇവിടെ ഇതിനെ പൈനാപ്പിൾ എന്നാണ് പറയണേ. കാരണം ഇത് നീളമില്ല, ഉണ്ടയായിട്ടിരിക്കുന്ന ഒരു കൈതച്ചക്ക എന്ന് പറയും, പൈനാപ്പിൾ എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. പക്ഷേ ഈ വാഴക്കുളം സൈഡിലൊക്കെ പൈനാപ്പിൾ കൃഷി എന്നും പറയും, കൈതച്ചക്ക എന്നും പറയും, ഒരേപോലെ പേര്. പൈനാപ്പിൾ എന്നും പറയും, കൈതച്ചക്ക എന്നും പറയും. തുല്യമായിട്ടാട്ടോ അവർ പറയുന്നത്, തുല്യ പ്രാധാന്യത്തോടെ ആ പേരിന്. അപ്പം നമുക്കിതൊന്ന് ചെത്തി കഷ്ണങ്ങളാക്കി മിക്സിയിൽ അടിച്ച് പഞ്ചസാരയും തണുത്ത വെള്ളവും ഐസ് കട്ടയൊക്കെ ചേർത്ത് ഒരു ജ്യൂസാക്കി ഒന്ന് കഴിച്ചാലോ? ഞാനതൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. അപ്പം നമ്മുടെ പൈനാപ്പിൾ ചെത്തി ഇതേ വൃത്തിയാക്കി വെച്ചു കേട്ടോ. ഉണ്ടോ? ഇനി അതിനെ കഷ്ണങ്ങളാക്കി മിക്സിയിലേക്ക് ഇടണം. എന്നിട്ട് പഞ്ചസാരയും തണുത്ത വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം. കഷ്ണങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് അരഞ്ഞ് കിട്ടുവാണെങ്കിൽ, അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അതും കൂടെ ചെയ്യട്ടെ കേട്ടോ. ഇനിയിപ്പം ബാക്കി 2 ഇരിപ്പുണ്ട്. മോന് കൊടുക്കാനുള്ളതുണ്ട്, പപ്പയ്ക്ക് കൊടുക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇതിനെ ചെത്തി കുടിച്ച് ഒരു ഗ്ലാസ് അവർക്കും വെച്ചിരിക്കണം വരുമ്പോഴത്തേനും. ഇപ്പം പുറത്ത് താഴെ റോഡിൻ്റെ താഴെ എന്തൊക്കെയോ പണിയാണ് പപ്പ നടത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറി വരുമ്പോഴത്തേനും വെന്തുരുകി മരിച്ച് കയറി വരും. അത്രയ്ക്കും ചൂടാണല്ലോ. നമുക്ക് റെഡിയാക്കാം. പഞ്ചസാര ഇട്ടു, കുറച്ച് പൈനാപ്പിളും അരിഞ്ഞിട്ടു. ഇനി ബാക്കിയുള്ളതും കൂടി ഇടണ്ട കേട്ടോ. ഇത് നന്നായിട്ട് അരച്ചെടുക്കാവേ. തണുത്ത വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. തണുത്ത വെള്ളം കുറച്ചൊഴിക്കാം. അത് കഴിഞ്ഞ് ഐസ് കട്ട ഇടണം. അരിച്ചെടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം ഐസ് കട്ട ഇടണം. അപ്പം നല്ല തണുപ്പ് കിട്ടും. അപ്പം നല്ല സുഖമായിരിക്കും കുടിക്കാനൊക്കെ. അതുപോലെയുള്ള ചൂട് കത്തി കരിഞ്ഞ് നാമാവിശേഷമായി നിൽക്കുകയാണ് കേട്ടോ. ഈ ചൂട് കൊണ്ട് ഓരോരോ അസുഖങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെയുള്ള രോഗങ്ങളൊക്കെ. അപ്പോൾ പഞ്ചസാരയും പൈനാപ്പിളും തണുത്ത വെള്ളവും കൂടി നന്നായി അരയട്ടെ കേട്ടോ. അരഞ്ഞ് കഴിഞ്ഞ് നമുക്ക്
അരിച്ചെടുക്കാം. എന്നിട്ട് ഐസ് കട്ടയിട്ട് കഴിക്കാം. ഇത് ഓഫ് ചെയ്തു കേട്ടോ. ഇതൊരു നല്ല കൊഴുപ്പാണേ. ഇത്രയും കൊഴുപ്പ് വേണ്ട. അല്പവും കൂടെ തണുത്ത വെള്ളം ചേർത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. നല്ല മധുരമുണ്ട്. അപ്പോൾ ഇച്ചിരിയുടെ വെള്ളം ചേർത്താലും കുഴപ്പമില്ല. അല്ലെങ്കിലും ഇത്രയും കൊഴുപ്പിൽ കുടിക്കാനും കൊള്ളത്തില്ല. ഇതുണ്ടോ, ഇച്ചിരി കൊഴുപ്പ് കൂടല ഇതിന്. ഇത്ര കൊഴുപ്പ് വേണ്ട. ഇനി കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി അരിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ജ്യൂസ് ഉണ്ടാക്കി ഗ്ലാസ്സിലൊഴിച്ച് ഐസ് കട്ടയും ചേർത്ത് കഴിക്കാം കേട്ടോ. ഐസ് കട്ട ഇടാം. 2 കട്ട ഇട്ടു കേട്ടോ. തണുപ്പ് എത്ര കിട്ടിയാലും മതിയാവില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴേ. പിന്നെ നമുക്ക് സ്ട്രോയൊന്നുമില്ല, വെറുതെ അങ്ങ് കഴിച്ചാൽ മതി. ഇനിയുണ്ട്, ഇത്ര ഐസ് കട്ടയുണ്ട്. അതിൽ ഒരു വർഷം ബാക്കിയിരിക്കുന്ന ഇതിനകത്തേക്ക് ഇട്ട് വെക്കാം. തണുപ്പ് മാറുന്നുണ്ടല്ലോ, തണുപ്പ് പോകാതിരുന്നോളും. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് അങ്ങ് കുടിച്ച് തൽക്കാലം ഒരാശ്വാസം ഉണ്ടാകട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും, ഇതിപ്പോൾ നമ്മുടെ പറമ്പിൽ കിടന്നതാണേ, വാടിപ്പഴുത്തതല്ല. വാടിപ്പഴുത്തതാണോ വെയിൽ കൊണ്ട് വാടി വീണാണ്, എല്ലാം ഇങ്ങനെ തലങ്ങും വിലങ്ങും മറിഞ്ഞ് കിടക്കുവാണ് എല്ലാ സാധനങ്ങളും. ചക്കയും മാങ്ങയെല്ലാം ചാടിപ്പോകുന്നു ഉണക്ക് കൂടിയിട്ട്. ചക്കയെല്ലാം പകുതി ആയപ്പോഴത്തേനും അത് വാടി ഓരോന്ന് ഇങ്ങനെ പൊഴിഞ്ഞ് ചാടിക്കൊണ്ടിരിക്കുക. അതുപോലെ മാങ്ങയെല്ലാം കുഞ്ഞായിട്ട് ഇരുന്നപ്പോൾ തന്നെ പൊഴിഞ്ഞു പോയി. ചൂടിൻ്റെ ശക്തി കൊണ്ട് അധികവും പാറയായിട്ടുള്ളൊരു ഭാഗമാണ് ഞങ്ങളുടെ പറമ്പിൽ. അതുകൊണ്ട് പാറയുടെ ചൂടും പടിഞ്ഞാറൻ വെയിലിൻ്റെ ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടം. അസ്തമിക്കുന്ന വരെ വെയിൽ, പിന്നെ അതിൻ്റെ ചൂടിങ്ങനെ നിൽക്കും ഒരു 8 മണി രാത്രി വരെ. അത് കഴിഞ്ഞാലും ചൂട്, വെളുത്തു വന്നാലും ചൂട്. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇപ്പം നമ്മുടെ ഇവിടെ. അപ്പം നമുക്കൊന്ന് കുടിച്ച് നോക്കിയാലോ. നല്ല തണുപ്പുണ്ട്, നല്ല രുചിയുണ്ട്, നല്ല മധുരമൊക്കെ പഞ്ചസാര ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി, പിന്നെ ചോറൊന്നും കഴിക്കണ്ട. ഉച്ചയ്ക്ക് 1 2 ഒക്കെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ പപ്പയൊക്കെ പറമ്പിൽ നിന്ന് കയറി വരുമ്പോഴത്തേനും ബാക്കി ഉള്ള 2 ഗ്ലാസ് എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവാണേ. അപ്പോൾ എടുത്ത് കൊടുക്കും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറൊന്നുമില്ല, ഇതും കൊണ്ട് നിൽക്കും. കാരണം ഇപ്പോൾ വിശപ്പില്ല, വെള്ളം കുടിക്കൽ തന്നെയാണ് പണി. അപ്പോൾ ഈ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ക്ഷീണമൊക്കെ മാറിക്കോളും. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി പറയട്ടെ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കരുത് കേട്ടോ. പിന്നെ കമൻ്റ് എഴുതണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പം ജസ്റ്റ് ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാ കൂട്ടുകാരും. പിന്നെ പിള്ളേരും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഏത് കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന മക്കളാണല്ലോ കാണുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ഫുൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് സൺഡേ വീട്ടിലിരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്. കുറേ ജോലിയും പണിയൊക്കെ ഉണ്ടായിരുന്നു. പനിയുടെ ക്ഷീണം കാരണം ഒന്നും ചെയ്യുന്നില്ല, എല്ലാം അവിടെ കിടക്കുവാണേ. പനിയൊന്ന് ശരിക്കും മാറിയിട്ടേ ജോലിയൊക്കെ ചെയ്യുന്നുള്ളൂ. എപ്പോഴും വേർത്തുകൊണ്ടിരിക്കുക കേട്ടോ, എപ്പോഴും വേർത്തൊഴുകിക്കൊണ്ടിരിക്കുക. അതാണ് അവസ്ഥ ഇപ്പം. അപ്പോൾ എല്ലാവരും ഈ ചൂടിൽ നിന്ന് ഒന്ന് രക്ഷ നേടാം. ഇതുപോലെ പൈനാപ്പിളോ അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തണുപ്പിന്, ശരീരത്തിൻ്റെ തണുപ്പനുസരിച്ച് കഴിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് പിന്നീട് കാണാം. ഓക്കെ.